പെരുന്നാൾ പ്രസംഗത്തിനിടെ ഇമാം കുഴഞ്ഞു വീണ് മരിച്ചു. പാലക്കാട് ചെർപ്പളശ്ശേരി ആറ്റാശ്ശേരി മസ്ജിദ് താവനുല്ലെ ഇമാം അബ്ദുൽ ഷുക്കൂർ കാസിമിയാണ് മരിച്ചത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമുള്ള പ്രസംഗത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സന്തോഷ് സർലിംഗ് വിവരങ്ങളുമായി ചേരുന്നു. സന്തോഷ്, പെരുന്നാൾ നമസ്കാരത്തിൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഉള്ള ചടങ്ങിനിടെയാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജിംഷാദ്, ഇന്ന് ചെറിയ പെരുന്നാളാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ പള്ളികളിലും പൊതു നിസ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഖുത്ബയ്ക്കിടയിലാണ് ഇമാം കുഴഞ്ഞു വീഴുന്നത്. വിശ്വാസികൾ നേരിൽ കണ്ടത്. അദ്ദേഹം അവിടെ വെച്ച് തന്നെ ജീവൻ വെടിയുകയും ചെയ്തു. 55 വയസ്സായിരുന്നു. തൊടുപുഴ സ്വദേശിയാണ്. പാലക്കാട് ചെർപ്പളശ്ശേരിയിലാണ്, ഈ മസ്ജിദിലാണ് അദ്ദേഹം ഇമാമായി ജോലി ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി അവിടെ തന്നെയാണ് താമസം. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇത് കണ്ടവരും അവിടുത്തെ മസ്ജിദിലെ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ പറയുന്നത്. പക്ഷെ ഇത്തരത്തിലൊട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും വിഷമത്തിലാക്കുകയും ചെയ്തു. എന്തായാലും ഇന്നൊരു പ്രധാനപ്പെട്ട നല്ല ദിവസമാണ്. വേദനയോടുകൂടിയാണ് ഇമാമിന്റെ ഖബറടക്കത്തിലേക്ക് ഇപ്പോൾ ആ ഭാഗത്തുള്ളവർ കടക്കുന്നത്. പുലർച്ചെ നേരിൽ അത് കാണേണ്ടി വരുന്നതാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. അജിംഷ, ഈ കുഴഞ്ഞു വീഴുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ജീവൻ രക്ഷിക്കാനാകാത്ത സാഹചര്യമായിരുന്നോ? നമ്മളിപ്പോൾ തട്ടിക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എല്ലാവരും രാവിലെ പ്രാർത്ഥന തുടങ്ങി അദ്ദേഹം സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇന്നത്തെ ഒരുക്കങ്ങളിലെല്ലാം അദ്ദേഹം സജീവമായി ഉണ്ടായിരുന്നു. എല്ലാവരോടും സംസാരിക്കുകയും കമ്മിറ്റി അംഗങ്ങളോട് ചെയ്യേണ്ട തയ്യാറെടുപ്പുകളൊക്കെ സംസാരിക്കുകയും ചില നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തു. ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹം കുളിച്ച് പ്രാർത്ഥനയോടുകൂടി മസ്ജിദിൽ എത്തുകയായിരുന്നു. തുടർന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുന്നതാണ് കണ്ടത്. അപ്പൊ പ്രത്യേകിച്ച് മറ്റേതെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യമാണ് എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഉടൻ തന്നെ അദ്ദേഹത്തിന് ബോധമില്ലാതെയായപ്പോൾ ഉടൻ തന്നെ സമീപമുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും മരണം അടഞ്ഞിരുന്നു. ശരി, സന്തോഷ് സർലിംഗിന് ആണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. പെരുന്നാൾ പ്രസംഗത്തിനിടെ, പെരുന്നാൾ സന്ദേശം നൽകുന്നതിനിടെ ഇമാം കുഴഞ്ഞു വീണ് മരിച്ചു. പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് നൽകിയത്.